ജ്വലിക്കുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കൂടി കടന്നുപോയി. ദിനാചരണ ഭാഗമായി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് കോവിൽപ്പള്ളിയിൽ യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ബാൻഡ് മേളത്തിന്റെയും വളണ്ടിയർ മാർച്ചിന്റെയും അകമ്പടിയോടുകൂടി കോവിൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച യുവജന റാലിയിൽ നിരവധി പേർ അണിചേർന്നു. കോവൽ സ്റ്റോറിൽ വെച്ച് നടത്തിയ അനുസ്മരണ പൊതുയോഗം CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാർട്ടി സഖാക്കൾ വളരെ മടിച്ചാണെങ്കിലും വാസുവേട്ടനോട് വിവരം പറഞ്ഞു. ഇപ്പോഴുള്ളതനുസരിച്ച് ഏതാണ്ട് 5 സഖാക്കൾ ഈ വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ സഖാവ് രാജീവൻ ഉൾപ്പെടെ അതിലുണ്ട്. ആ കൂട്ടത്തിൽ സഖാവ് റോഷനുമുണ്ട് എന്നുള്ള കാര്യം റോഷന്റെ അച്ഛൻ വാസുവേട്ടനോട് അവർ പറയുകയാണ്. പക്ഷെ അസാമാന്യമായ നിശ്ചയദാർഢ്യത്തോടു കൂടി ആ വാർത്ത കേട്ട, ആ വിവരമറിഞ്ഞ വാസുവേട്ടൻ തൻ്റെ നേതാക്കളോട് അല്പസമയത്തിനുള്ളിൽ, കുറച്ച് സമയം അദ്ദേഹം നിശ്ചലനായി, നിശബ്ദനായി, കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ആ നേതാക്കളോട് ആവശ്യപ്പെട്ടത് മരണപ്പെട്ട സഖാക്കളെ കിടത്തിയിരിക്കുന്ന വാർഡിലേക്ക് എനിക്ക് പോകണം എന്നതായിരുന്നു. ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, ബ്ലോക്ക് സെക്രട്ടറി V ഗിനീഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം, VP അമ്പിളി, ഹരിത നാലപ്പാടം, സംഘടക സമിതി ചെയർമാൻ N പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ AR ആര്യ സ്വാഗതം പറഞ്ഞു. ബാലസംഘം പ്രവർത്തകരുടെ സംഗീത ശില്പ നൃത്താവിഷ്കാരവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.